ചടയമ്പലത്ത് ഒരു ഗോഡൗൺ ഉണ്ട്. അവിടെ കൊണ്ട് ചെന്നിട്ട് മറ്റേ ഒരു സ്പ്രേ ഒക്കെ ചെയ്ത് കുറ്റം അത് ഇത് കുരുമുളക് കണ്ണിന്റെ കംപ്ലൈന്റ് ആണ് ഇപ്പോഴും. കുരുമുളകൊക്കെ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടിയ മർദ്ദനങ്ങൾ പുനലൂർ സ്ക്വാഡായിരുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു നായകനുണ്ട് അതിൽ, ഷാജഹാൻ എന്നും പറഞ്ഞു. അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ആള്. കുരുമുളക് സ്പ്രേ ഒക്കെ അടിച്ചു. വെളിപ്പെടുത്തലാണ് ദേഹം ഫുള്ള് വസ്ത്രം മാറ്റിയിട്ട് പല ഭാഗങ്ങളിലും കുരുമുളക് ഇങ്ങനെ സെക്കൻഡ് കൊണ്ട് പല പല ഭാഗങ്ങൾ കണ്ണിന്റെ കാഴ്ചയൊക്കെ ഇപ്പൊ ഏതാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമസ്കാരം. സീതാമണി കൊലക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന വാർത്ത മെനിഞ്ഞാന്നാണ് പുറത്ത് ലോകത്ത് എത്തുന്നത്. എന്നാൽ കടക്കലിൽ 2018 ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലക്കേസാണ് സീതാമണി കൊലക്കേസ്. ഇല്ലാത്ത പഞ്ചായത്ത്, ഇല്ലാത്ത വാർഡ്, ഇല്ലാത്ത വീട്ടു നമ്പർ അതിവിദഗ്ധമായി എഴുതി ചേർത്ത കടക്കൽ പോലീസിലെ 2018 അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതി ചേർത്ത കഥയാണ് വലിയ കഥ. ആ കഥയാണ് കോടതിയിൽ പൊളിഞ്ഞത്. ഒരു മനുഷ്യൻ 60 ദിവസത്തോളം ജയിലിൽ കഴിയും. ഒരു കുറ്റവും സീതാമണി എന്ന സ്ത്രീയെ അറിഞ്ഞുപോലും കൂടാത്ത ഒരു മനുഷ്യനെ ഈ കേസിലേക്ക് വലിച്ചിടുന്നു. ഒരു നിരപരാധിയെ 7 വർഷം കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്നുള്ളതാണ്. 2018 കടക്കലിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സീതാമണി കൊലപാതകം നടക്കുന്നത്. എന്നാൽ അതിവിദഗ്ധമായി കെട്ടിച്ചമച്ച കഥകളാണെന്ന് കോടതി മുറിക്കുള്ളിൽ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഈ കേസിന്റെ നാഴ്വഴികളെപ്പറ്റി 7 വർഷത്തെ കഠിന നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയ ശ്രീ തട്ടത്തുമല അനിൽകുമാർ ചുവട് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. കുറ്റകൃത്യങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ശരിയായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഏതൊരു പ്രതിയെയും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. എന്നാൽ കുറ്റകൃത്യം നടത്തിയ ആളിനെ ഒളിമറയ്ക്കുള്ളിൽ നിർത്തിയതിനു ശേഷം നിരപരാധിയായ മനുഷ്യന്റെ തലയിൽ ഒരു കേസ് കെട്ടിച്ചമയ്ക്കപ്പെടുകയാണ് എങ്കിൽ അത് തീർത്തും നീതി നിഷേധമാണ്. പറഞ്ഞു വരുന്നത്, കടക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 76/2018 നമ്പർ ആയ കേസിൽ കടക്കൽ പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് ചാർജ് കൊടുക്കപ്പെടുകയും ആയത് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെ SC നമ്പർ 826/19 നമ്പറായി വിചാരണ നേരിടുകയും ചെയ്യപ്പെട്ട കേസിൽ 29/9/2025 തീയതി ബഹുമാന്യ ജഡ്ജ് ശ്രീമതി റീനദാസ് TR പ്രതിയായ റഹീമിനെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവായി. ഈ കേസ് കടക്കൽ പ്രദേശത്തെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. കൊല്ലപ്പെട്ട സീതാമണി കടക്കലിലെ അറിയപ്പെടുന്ന മണി ലെൻഡിംഗ് ബിസിനസ് നടത്തുന്ന ആളായിരുന്നു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. പണം പലിശയ്ക്ക് കൊടുക്കുകയും ചിട്ടി ബിസിനസ് വീട്ടിൽ തന്നെ നടത്തിപ്പോരുകയും ചെയ്തിരുന്ന ആളാണ് സീതാമണി എന്നും സീതാമണിക്ക് 3 പെൺമക്കൾ ഉണ്ടായിരുന്നുവെന്നും 3 പെൺമക്കളെയും 3 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വിവാഹം ചെയ്തയച്ചിരുന്നുവെന്നും സീതാമണി താമസിച്ചിരുന്നത് കടക്കലിൽ നിന്നും ഗോവിന്ദമംഗലത്തേക്ക് പോകുന്ന റോഡിൽ ഉദ്ദേശം 1 കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീട്ടിലായിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സീതാമണി തന്റെ വീടിനെ തന്റെ ബിസിനസ് നടത്തുന്നതിനുള്ള ഓഫീസായി കൂടി കണക്കാക്കിയിരുന്നുവെന്നും 14/1/2018 തീയതി രാവിലെ 10:30 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിക്കപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അടുത്ത 2 മണിക്കൂറിനുള്ളിൽ സ്ഥലത്തെത്തിയെന്നും സ്ഥലത്തെത്തി സീൻ പ്രൊട്ടക്ട് ചെയ്തു എന്നും തുടർന്ന് നടത്തിയ അന്വേഷണങ്ങൾ പ്രതിയിലേക്ക് ലീഡ് ചെയ്യപ്പെട്ടു എന്നും അങ്ങനെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടു എന്നുമാണ്. അങ്ങനെ പ്രതിസ്ഥാനത്ത് റഹീമിനെ ചേർക്കപ്പെട്ടു എന്നതുമാണ് പ്രോസിക്യൂഷന്റെ കേസ്. 10/1/2018 തീയതി വൈകി 6 മണിക്ക് സീതാമണിയുടെ ഒരു അടുത്ത സുഹൃത്ത് രജനി എന്നയാൾ സീതാമണിയെ വൈകുന്നേരം
6 മണി വരെ കണ്ടിരുന്നു എന്നും 6 മണിക്ക് ശേഷം 14-ാം തീയതി രാവിലെ 10 മണി വരെയും സീതാമണി ആരും കണ്ടിരുന്നില്ല എന്നും ആണ് പ്രോസിക്യൂഷന്റെ കേസ്. 10/1/2018 തീയതിക്ക് ശേഷം 14/1/2018 തീയതി വരെ ഉള്ള സമയത്തിനുള്ളിൽ മക്കൾ 3 പേരും വ്യത്യസ്ത തവണകളിലായി മാതാവായ സീതാമണിയെ ടെലഫോൺ ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും ടെലഫോൺ പ്രതികരിച്ചിരുന്നില്ല, ടെലഫോണിന്റെ മറുവശത്ത് സീതാമണി പ്രതികരിച്ചിരുന്നില്ല എന്നും തുടർന്ന് 11/1/2018 തീയതിയിലും 14/1/2018 തീയതിയിലും 3 പെൺമക്കളിൽ ഒരാൾ വീട്ടിൽ വന്നിരുന്നുവെന്നും 11/1/2018 തീയതിയിൽ ഈ വീട്ടിൽ അമ്മയെ തേടി വരുന്ന സന്ദർഭത്തിൽ വീടിന്റെ ജനാലകൾ അടഞ്ഞു കിടന്നു എന്നും കതക് അടഞ്ഞു കിടന്നു എന്നും മകളുടെ പക്കൽ ഈ വീടിന്റെ ഒരു താക്കോൽ ഉണ്ടായിരുന്നിട്ടും ഈ വീട് ഒന്ന് തുറന്നു നോക്കാൻ മകൾ തയ്യാറായിരുന്നില്ല എന്നതും 14/1/2018 തീയതി മക്കൾ 3 വീട്ടിൽ എത്തപ്പെടുകയും എത്തപ്പെട്ട സമയം വീടിന് അകത്തു നിന്നും ഒരു ഫൗൾ സ്മെൽ അഥവാ ദുർഗന്ധം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ചില സംശയങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിയെന്നും തുടർന്ന് തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിരുന്നത് ആ സമയത്തെ കടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുവെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകന്റെ വിവാഹ ചടങ്ങുകൾ ഉടനടി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വീടിൽ റിനോവേഷൻ പണികൾ പ്രോഗ്രസ് ചെയ്യുകയായിരുന്നു എന്നും ആ റിനോവേഷൻ പണികളുടെ ഭാഗമായി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാർപ്പൻ്ററായ സുരേഷ് എന്ന ആൾ അവിടെ അവൈലബിൾ ആയിരുന്നു എന്നും സുരേഷിന്റെ സേവനം പെൺമക്കൾ ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ സുരേഷും സ്ഥലത്തെത്തിയ ശേഷം അദ്ദേഹം വീടിന്റെ പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ട് തുറക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് അഥവാ തന്ത്രങ്ങളിൽ അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ഈ വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു എന്നതിനാൽ ഒരു മകളുടെ പക്കൽ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് പല പ്രാവശ്യം തിരിച്ചിട്ടും പൂട്ട് തുറക്കാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്രകാരം അകത്ത് പൂട്ടി നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് മറ്റൊരു താക്കോലിട്ട് തുറന്നിട്ടും അത് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് സുരേഷ് തന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡോറ് തുറന്നു എന്നും തുറക്കുന്ന സന്ദർഭത്തിൽ ഈ ഡോറിൽ അകത്തുണ്ടായിരുന്ന ലോക്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ അകത്തു നിന്ന് പൂട്ടി നിർത്തിയ നിലയിലുണ്ടായിരുന്ന താക്കോൽ താഴെ ചവിട്ടുമെത്തയിൽ വീണ് കിടന്നു എന്നും തുടർന്ന് മക്കൾ വീടിനകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ പറഞ്ഞു, പടിഞ്ഞാറ് ദർശനത്തിലുള്ളതാണ് വീട് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരു ഹാൾമുറിയാണ്. ഹാൾമുറിയുടെ ഉടൻ തെക്കുവശം ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ കിടന്ന കട്ടിലിൽ കിഴക്ക് തലഭാഗവും പടിഞ്ഞാറ് കാൽഭാഗവും വരത്തക്ക വിധം സീതാമണി തലയോട് തകർന്ന് മരണപ്പെട്ട് കിടക്കുന്നത് മക്കൾ കണ്ടുവന്നു. തുടർന്ന് വിവരം പ്രദേശത്ത് പെട്ടെന്ന് തന്നെ വാർത്തയായി പരന്നു. ഉടനടി ആ പ്രദേശത്തുള്ള ആൾക്കാർ ഓടിക്കൂടുകയും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സീതാമണിയെ കാണുന്നതിന് വേണ്ടി ഈ വീടിനകത്തേക്ക് എല്ലാവരും ആ പ്രദേശത്ത് നിന്ന് 100-ൽ പരം ആൾക്കാർ ഈ വീട്ടിൽ ഉടനെ തന്നെ എത്തിയെന്നും സീതാമണിയെ കണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി എന്നുമാണ് പ്രോസിക്യൂഷന്റെ കേസ്. തുടർന്ന് പോലീസ് അടുത്ത 2 മണിക്കൂർ സമയത്തിൽ പോലീസ് സ്ഥലത്തെത്തുന്നു. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തുന്നു.
സയന്റിഫിക് അസിസ്റ്റന്റും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടും മറ്റ് അന്വേഷക സംഘങ്ങളും അവിടെ സ്ഥലത്തെത്തി. ലഭ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും അവിടെ നിന്ന് കളക്ട് ചെയ്ത് തിരികെ പോയി എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ്. ഇനി തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളിൽ സീതാമണിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യമായി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചത്. ഇൻവെസ്റ്റിഗേഷനിൽ സീതാമണിയുടെ ടെലഫോണിൽ 10/1/2018 തീയതി അന്ന് വൈകുന്നേരം 6 മണി വരെയാണ് സീതാമണിയെ ലൈവായി കണ്ടത് എന്നാണ് പ്രോസിക്യൂഷൻ സാക്ഷിയിലൂടെ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത്. അന്നത്തെ ദിവസം മീൻസ് 10/1/2018 രാത്രി 10:12 മണിക്ക് 10 മണി 12 മിനിറ്റിലും 10 മണി 18 മിനിറ്റിലുമായി 2 കോളുകൾ സീതാമണിയുടെ ഫോണിലേക്ക് വന്നിരുന്നു എന്ന് സീതാമണിയുടെ കോൾ ഡേറ്റ റെക്കോർഡ്സ് വെരിഫൈ ചെയ്തതിൽ നിന്നും അന്വേഷണ സംഘം മനസ്സിലാക്കി. മാത്രമല്ല ഈ പർട്ടിക്കുലർ നമ്പറിൽ നിന്നും വ്യത്യസ്ത തവണകളിലായി മുമ്പിനാലെയും ധാരാളം കോളുകൾ വന്നിരുന്നതായി മനസ്സിലാക്കപ്പെട്ടു. അപ്പോൾ ഈ ഫോണിന്റെ ഉടമസ്ഥനാര് എന്നതിനെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് എന്ന് അന്ന് അന്വേഷണം നടത്തിയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതാരാണ് ഈ മൊബൈൽ ഫോണിന്റെ ഉടമസ്ഥൻ എന്നന്വേഷിച്ചതിൽ ആയൂർ മഞ്ഞപ്പാറ സ്വദേശിയായ ഇസ്മായിൽ ഖനി റാവുത്തർ എന്ന ഒരാളുടെ നമ്പറായിരുന്നു ഈ ഫ്രീക്വൻ്റായി വിളിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്ന് മനസ്സിലാക്കപ്പെട്ടു. അതിലുപരി സീതാമണി മരണപ്പെടുന്നതിന് മുമ്പ് അറ്റൻഡ് ചെയ്തതായി പറയപ്പെടുന്ന ഫോൺ കോളും ഈ നമ്പറിൽ നിന്നായിരുന്നു എന്നതും അന്വേഷണ സംഘത്തിന് ഒരു ഇൻസ്പയറിംഗ് തോട്ട്, പ്രചോദിതമാക്കപ്പെട്ട ഒരു ചിന്ത ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിലേക്കുള്ള അന്വേഷണം നീളുകയായിരുന്നു. ഇനി ഇസ്മായിൽ ഖനി റാവുത്തറിലേക്ക് നീണ്ട അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഇസ്മായിൽ ഖനി റാവുത്തർ മരണപ്പെട്ടിട്ട് ഏകദേശം ഈ സമയത്ത് 1 വർഷം കഴിഞ്ഞിരുന്നു. 1 വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ ആളിന്റെ ഈ നമ്പർ ഫോൺ ആരായിരുന്നു ഉപയോഗിച്ചത് എന്നതാണ് അന്വേഷണ സംഘത്തിനുണ്ടായിരുന്ന അടുത്ത ക്വസ്റ്റ്യൻ. തുടർന്ന് ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻസ് ലീഡ് ചെയ്ത് വച്ചെന്ന് അവസാനിച്ചത് പ്രതിയിലേക്കായിരുന്നു. പ്രതി ആ സമയത്ത് താമസിച്ചിരുന്നത് വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6 വീട്ട് നമ്പർ 3 എന്ന് പറയുന്ന KP ഹൗസ് എന്ന വീടിന്റെ 2ാമത്തെ നിലയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് എന്നും വെഞ്ഞാറമൂട് നിന്നും ഈ മൊബൈൽ ഫോണിന്റെ അന്നുണ്ടായിരുന്ന കൈവശക്കാരൻ പ്രതിയായിരുന്നു എന്നും പ്രതി വെഞ്ഞാറമൂടിൽ നിന്നും വാഹനത്തിൽ കയറി കിളിമാനൂരിൽ വന്ന് കിളിമാനൂരിലെ നിന്ന് കടക്കൽ ചരിപ്പറമ്പിലെ അവസാനിക്കുന്ന സ്ഥിരമായി വന്നു പോകുന്ന സ്റ്റേ ബസ് KSRTC സ്റ്റേ ബസ്സിൽ അദ്ദേഹം അന്നത്തെ ദിവസം യാത്ര ചെയ്തിരുന്നുവെന്നും യാത്ര ചെയ്ത് വന്നിട്ട് അന്നേ ദിവസം രാത്രി സീതാമണിയെ കൊലപ്പെടുത്തിയ ശേഷം വളരെ ധനാഢ്യയായ സീതാമണിയുടെ സ്വർണ്ണാഭരണങ്ങളും പണവും കൊല നടത്തിയതിനു ശേഷം കവർന്നു കൊണ്ടുപോയി എന്നും ഈ കവർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മുതലുകളും കവർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർണവും പണവും അതിലുപരി സീതാമണിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഒരു ഇടികല്ല് ഉണ്ടായിരുന്നത് സീതാമണിയുടെ വീടിന്റെ അടുക്കളയിൽ നിന്നായിരുന്നു ഇടികല്ലുണ്ടായിരുന്നത്. ആ ഇടികല്ല് എടുത്തുകൊണ്ട് വന്ന് സീതാമണിയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നും വീടിനുള്ളിലേക്ക് പ്രവേശിച്ച പ്രതി പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള
ഫ്രണ്ട് ഡോർ വഴി അകത്തേക്ക് പ്രവേശിച്ച ശേഷം അകത്ത് നിന്ന് മുറി പൂട്ടി. തുടർന്ന് തെക്ക് വശത്ത് ഉള്ള ബെഡ്റൂമിലുള്ള സീതാമണിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വർണവും പണവും കൊല്ലാൻ ഉപയോഗിച്ച ഇടികല്ലുമായി നേരെ കിഴക്ക് വശത്തേക്ക് നടന്നു പോയെന്നും കിഴക്ക് വശത്തുള്ള അടുക്കളയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പ്രവേശിച്ച് പുറത്ത് നിന്നുകൊണ്ട് അടുക്കള വാതിൽ പൂട്ടി താക്കോൽ എടുത്ത് ഇടികല്ലും താക്കോലും പോയ വഴിക്ക് 2 വയലുകളിൽ എറിഞ്ഞുവെന്നും എറിഞ്ഞതിന് ശേഷം പണവും സ്വർണവുമായി അദ്ദേഹം തിരികെ വെളുപ്പിനുള്ള ഇതേ രാത്രി സ്റ്റേ ബസ് 10:30 മണിക്ക് പിന്നെ കടക്കൽ സ്റ്റാൻഡിൽ വന്നു. തുടർന്ന് ഇതേ സ്റ്റേ ബസ് വെളുപ്പിന് 5 മണിക്ക് ശേഷം കടക്കൽ നിന്നും തിരിച്ചു പോയ ബസ്സിലും ഈ പ്രതി ഉണ്ടായിരുന്നു എന്ന് കണ്ടക്ടർ കണ്ടതായും കണ്ടക്ടറിന്റെ സാക്ഷിമൊഴിയിലൂടെയും കോടതി മുമ്പാകെ വിശദീകരിക്കപ്പെട്ടു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ റഹീമിന്റെ പക്കൽ കിട്ടിയത്? റഹീമിന്റെ പക്കൽ കിട്ടിയ മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ കേസ് ഇങ്ങനെയാണ്. ഇസ്മായിൽ ഖാൻ റാവുത്തർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസിക രോഗ വിഭാഗത്തിൽ ചികിത്സ തേടിയിരുന്ന ആളായിരുന്നു. മാനസിക ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പരിശോധനയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അദ്ദേഹം പോയ സമയം അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്നും നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോൺ അവിടെ വിസിറ്റേഴ്സ് ലോഞ്ചിൽ ആയിരുന്നു നഷ്ടപ്പെട്ടു പോയതെന്നും അവിടെ ആ സമയത്ത് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അമ്മയും അവിടെ ചികിത്സയ്ക്കായി വന്നുവെന്നും കളഞ്ഞു പോകപ്പെട്ട മൊബൈൽ ഫോൺ അവിടെ നഷ്ടപ്പെട്ടു പോയ ഇസ്മായിൽ ഖാൻ റാവുത്തർക്ക് നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോൺ ഈ കുട്ടിയുടെ കയ്യിൽ കിട്ടിയെന്നും അതിൽ 2-3 ഗെയിമുകൾ ഉണ്ടായിരുന്നതിനാൽ കുട്ടി 2-3 ദിവസം മറ്റാരും കാണാണ്ട് ഈ ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചു എന്നും 3-4 ദിവസങ്ങൾക്ക് ശേഷം കുട്ടിയുടെ പക്കൽ ഇങ്ങനെ ഒരു ഫോൺ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത ബ്രദറായ അനുപം ഖാൻ കണ്ടു എന്നും കുട്ടിയുടെ പേര് അമർ ഖാൻ എന്നാണ്. അമർ ഖാന്റെ പക്കലുണ്ടായിരുന്ന ഫോൺ അനുപം ഖാൻ കണ്ടുവെന്നും അനുപം ഖാൻ അനുജനായ അമർ ഖാനോട് എവിടെ നിന്ന് ഫോൺ കിട്ടി എന്നതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചെയ്തുവെന്നും അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത ബ്രദറായ അനുപം ഖാൻ ഈ കുട്ടിയുടെ പക്കൽ നിന്നും ഫോൺ കൈവശപ്പെടുത്തിയെന്നും അനുപം ഖാൻ അതേസമയം 10ാം ക്ലാസ്സിൽ ആ സമയത്ത് പഠിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സുകാരന്റെ പക്കൽ ഇപ്രകാരം ഒരു ഫോൺ ഇരിക്കുന്നത് അനുപം ഖാന്റെയും അമർ ഖാന്റെയും അമ്മാവനായ പ്രതി റഹീം കണ്ടുവെന്നും അനുപം ഖാന്റെ പക്കൽ നിന്നും ആ ഫോൺ പ്രതി ആവശ്യപ്പെട്ടുവെന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അനുപം ഖാൻ ഈ ഫോൺ പ്രതിയായ റഹീമിന് കൊടുത്തിരുന്നു എന്നും കൊടുക്കപ്പെട്ടിരുന്ന ആ നമ്പറിൽ നിന്നാണ് സീതാമണിയെ വിളിച്ചതെന്നുമാണ് പ്രോസിക്യൂഷന്റെ കേസ്. സീതാമണിയെ ഈ ടെലഫോൺ കയ്യിൽ കിട്ടുന്ന നിമിഷം വരെയും റഹീമിന് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. തുടർന്ന് റഹീമും സീതാമണിയും തമ്മിൽ ഈ ടെലഫോൺ വഴി സംഭാഷണങ്ങൾ നടത്തപ്പെട്ടതിൻ്റെ ഒടുവിൽ അവർ തമ്മിലുള്ള സൗഹൃദം വളർന്ന് വലുതായി എന്നും റഹീം സീതാമണിയുടെ വീട്ടിൽ നിത്യസന്ദർശകനായി മാറിയെന്നും അങ്ങനെ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റഹീം കുറച്ച് പണം സീതാമണിയോട് ആവശ്യപ്പെട്ടിരുന്നെന്നും അദ്ദേഹത്തിനൊരു കരിക്ക് ബിസിനസ് നടത്തണമെന്നും കരിക്ക് ബിസിനസ് നടത്തുന്ന ആവശ്യത്തിലേക്ക് കുറച്ച് പണം ആവശ്യമായിരുന്നുവെന്നും ആ പണം ചോദിച്ചതിൽ സീതാമണി കൊടുത്തില്ല എന്നും
കൊടുക്കാത്തതിൽ വെച്ചുള്ള വിരോധ നിമിത്തം സീതാമണിയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവുമായി പ്രതി അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ ആ സ്ഥലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്തിലായിരുന്നുവെന്നും മാണിക്യ വിളാകം എന്ന് പറയുന്ന ഭീമാപ്പള്ളി വിലാസത്തിലായിരുന്നില്ല എന്നും അപ്പോൾ ഈ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കപ്പെട്ടിരുന്ന സ്വർണവും പണവും അപഹരിച്ചു കൊണ്ടുപോയതാണ് എന്നും അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടു എന്നുമാണ് പ്രോസിക്യൂഷന്റെ കേസ്. ഈ കേസ് സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു പ്രതിക്കെതിരായി കുറ്റപത്രം പോലീസ് സമർപ്പിക്കപ്പെട്ടത്. ഇത്രയും കേട്ട് കഴിയുമ്പോഴേക്കും പ്രോസിക്യൂഷന്റെ കേസ് വളരെ സ്ട്രോങ് ആയ ഒരു കേസാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പ്രോസിക്യൂഷൻ നടത്തപ്പെട്ടിട്ടുള്ള നടപടികൾ അന്വേഷണത്തിന്റെ ഭാഗമായി ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടത്തപ്പെട്ടിട്ടുള്ള കേസ് തീർത്തും എക്സാജറേഷൻസ് അഥവാ അതിശയോക്തി കലർന്ന കളവുകളും ഒരു ശരിയായ പ്രതിയെയല്ല പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടത് എന്ന് സമർത്ഥിക്കുന്നതിന് പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് അനുകൂലമായി ഒരു ഉത്തരവ് പറയാൻ കാരണം. അപ്പോൾ സീതാമണിയുടെ യഥാർത്ഥ കൊലയാളി ആര്, യഥാർത്ഥ പ്രതി ആര് എന്നതിനെ സംബന്ധിച്ച ഒരു വിശകലനം നടത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളിൻ്റെ വീടിൻ്റെ അന്തരീക്ഷം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, പടിഞ്ഞാറ് ദർശനത്തിലുള്ളതാണ് വീട്. പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു ഹാളിൽ നിന്നും നേരെ തെക്ക് വശത്തേക്ക് വരുമ്പോൾ തെക്ക് വശം ഉള്ളത് ഒരു ബെഡ്റൂം. ആ ബെഡ്റൂമിനോട് ചേർന്ന് ഉടൻ കിഴക്ക് വശത്ത് മറ്റൊരു ബെഡ്റൂം കൂടിയുണ്ട്. അപ്പോൾ കിഴക്ക് വശത്ത് വീടിൻ്റെ തെക്ക് ഭാഗത്ത് 2 ബെഡ്റൂമുകളുണ്ട്. വീടിൻ്റെ വടക്ക് വശത്ത് ഒരു ബെഡ്റൂമുണ്ട്. ഒരു ബെഡ്റൂമും ഒരു ഹാൾ മുറിയും. ഒരു ബെഡ്റൂമിനെയും ഒരു ഹാൾ മുറിയെയും വലതുവശത്തുള്ള 2 ബെഡ്റൂം, വലതുവശം മീൻസ് തെക്ക് വശത്തുള്ള 2 ബെഡ്റൂമിനും മധ്യഭാഗത്ത് കൂടി ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴി ലീഡ് ചെയ്യുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കള കിഴക്ക് ഭാഗത്താണ്. ഞാൻ ആൾറെഡി പറഞ്ഞു, പ്രോസിക്യൂഷന്റെ കേസ് അനുസരിച്ച് പടിഞ്ഞാറ് വശത്തുള്ള ഫ്രണ്ട് ഡോറിലൂടെ അകത്ത് പ്രവേശിച്ച പ്രതി തെക്ക് വശത്തുള്ള മുറിയിൽ കിടന്ന് സീതാമണിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം തൊട്ട് വടക്ക് വശത്തുള്ള അതായത് ഇടനാഴിയുടെ ഇടതുഭാഗത്തുള്ള ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന അലമാരയിൽ നിന്നും സ്വർണവും പണവും കവർച്ച നടത്തി. തുടർന്ന് ഇടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഇടികല്ലുമായി നേരെ അടുക്കള ഭാഗത്തേക്ക് കടന്നുപോയിട്ട് അടുക്കളയുടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ശേഷം അടുക്കളയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടി. ഈ പറഞ്ഞ ഐറ്റംസുമായി അദ്ദേഹം അവിടെ നിന്ന് ഡിസപ്പയർ ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അപ്പോൾ ആദ്യം പ്രോസിക്യൂഷൻ തെളിയിക്കപ്പെടേണ്ട പോയിന്റ്, ഈ വീടിന് ഒരു കിഴക്ക് വശത്ത് വാതിലുണ്ട് എന്നാണ്. കാരണം ഫ്രണ്ട് ഭാഗം മീൻസ് പടിഞ്ഞാറ് ദർശനത്തിലുള്ള ഫ്രണ്ട് ഡോർ അകത്ത് നിന്ന് പൂട്ടിയ നിലയിലാണ്. അകത്ത് നിന്ന് പൂട്ടിയ നിലയിൽ ആകുമ്പോൾ അകത്ത് നിന്ന് ഒരാൾക്ക് അതുവഴി ഫ്രണ്ട് വഴി പുറത്തേക്ക് പോകാനുള്ള പോസിബിലിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും കിഴക്ക് വശത്തുള്ള വാതിലാണ് ഇനി മറ്റൊരു ഓപ്പണിംഗ്. ആ ഭാഗത്ത് കൂടി തന്നെയാണ് പ്രതി പോയത് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വമാണ് പ്രോസിക്യൂഷന് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്ത്
പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു എന്നതാണ് ഈ കേസിലെ ആദ്യത്തെ പോയിന്റ്. എന്താ കാരണം? കിഴക്ക് വശത്ത് ആ വീടിന് അടുക്കള ഭാഗത്ത് ഒരു വാതിൽ ഉണ്ടായിരുന്നതായി ഒരു രേഖകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. വിസ്തരിക്കപ്പെട്ട സാക്ഷികൾ ആരും തന്നെ കിഴക്ക് വശത്ത് ഒരു വാതിൽ ഉണ്ടായിരുന്നു എന്ന് കോടതി മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടും ഇല്ല. അപ്പോ അകത്തേക്ക് പ്രവേശിച്ച പ്രതി പുറത്തേക്ക് ഇറങ്ങിപ്പോയത് ഏതു വഴി എന്ന ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു. അന്വേഷണ സംഘം അതിലും ദയനീയമായി പരാജയപ്പെട്ടു. അതിന് കാരണം കിഴക്ക് വശത്ത് ആ വീടിനൊരു വാതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിലെ ഡോറ് അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എങ്കിൽ അകത്തേക്ക് കയറിയ ആൾ ആ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്ന് പറയപ്പെടുന്ന ഭാഗം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനുണ്ട്. അതേ വാതിലൂടെ കടന്നുപോയി എന്നല്ല പ്രോസിക്യൂഷന്റെ കേസ്, കിഴക്ക് വശത്തെ വാതിലൂടെ കടന്നുപോയി എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. അങ്ങനെയാണെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കപ്പെട്ട ആൾ എങ്ങോട്ട് പോയി, ഏത് വഴി പുറത്തു പോയി? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതിനർത്ഥം ഈ വീടിനകത്തേക്ക് അതിക്രമിച്ച് കടന്നു എന്നതും ആ സമയത്ത് ഈ വീടിനകത്തേക്ക് അതിക്രമിച്ച് കടന്നു എന്ന ആദ്യത്തെ പ്രോസിക്യൂഷന്റെ പോയിന്റ് തന്നെ ദയനീയമായി പരാജയപ്പെട്ടു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, സീതാമണി മാത്രമായി താമസിച്ചിരുന്ന ഒരു വീടിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരിക്കണം എങ്കിൽ പ്രതി അകത്തേക്ക് പ്രവേശിച്ചു, അതിനുശേഷം അകത്തു നിന്ന് പൂട്ടി. അങ്ങനെയാണെങ്കിൽ അകത്തു നിന്നും അവിടെ താമസിച്ചിരുന്ന ഒരാൾ ഈ ഡോർ തുറന്നു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ അതിനൊരു ട്രസ്പാസ് എന്ന് പറയാനില്ല, അതിനൊരു അതിക്രമിച്ച് കടക്കൽ എന്ന് പറയാനില്ല. അത് ഒരാൾ ഓൾ ഹാർട്ടഡായി അവിടെ സ്വാഗതം ചെയ്തു, അതിനകത്തേക്ക് പ്രവേശിച്ചു എന്ന് വേണം അനുമാനിക്കാൻ എന്ന ഡിഫൻസിന്റെ വാദഗതിയും കോടതി അംഗീകരിക്കപ്പെട്ടു. ഇനി അകത്തേക്ക് പ്രവേശിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച ആൾ ആ ഫ്രണ്ട് ഡോർ വഴി പുറത്തേക്ക് പോയി എന്ന് പ്രോസിക്യൂഷന് കേസില്ല. അടുക്കള വാതിലൂടെ മാത്രം കടന്നുപോയി എന്ന് പ്രോസിക്യൂഷന് കേസ് ഉള്ളപ്പോൾ അടുക്കളയ്ക്ക് ഒരു വാതിലുണ്ട് എന്ന് സമർത്ഥിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും ഉണ്ടായിരുന്നു. അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടേയില്ല. അപ്പോ ട്രസ്പാസ് ചെയ്തു എന്നതാണ്, ആ വീടിനകത്തേക്ക് ആദ്യം അതിക്രമിച്ച് കയറി എന്നതാണ് ആദ്യം തെളിയിക്കേണ്ടിയിരുന്ന പോയിന്റ്. ആ പോയിന്റ് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല. അപ്പോ ഇല്ലാത്ത അടുക്കളയുടെ വാതിൽ പൂട്ടിയ താക്കോലും ആയി പ്രതി പുറത്തേക്ക് പോയി എന്നും സമീപത്തുള്ള ഒരു വയലിൽ താക്കോൽ ഉപേക്ഷിച്ചു പോയി എന്നതുമാണ് പ്രോസിക്യൂഷന്റെ കേസ്. ഇല്ലാത്ത വാതിലിന്റെ താക്കോൽ എന്ന് പറഞ്ഞൊരു താക്കോൽ കണ്ടെടുത്ത് കോടതിയിൽ കൊണ്ടുവരപ്പെട്ടു. അന്വേഷണ സംഘത്തിനോടൊരു ക്വസ്റ്റ്യൻ, അന്വേഷണ ഉദ്യോഗസ്ഥനോടൊരു ചോദ്യം, ഈ താക്കോൽ ആ വാതിൽ നിങ്ങൾ പറയുന്ന വാതിൽ ഒരു ലോക്ക് ഉണ്ടായിരുന്നു എന്നും ആ ലോക്കിൽ ഈ താക്കോൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കീ ആയിരുന്നു എന്നും കണ്ടെത്തുന്നതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയോ? ഉത്തരം, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നടത്തില്ല. ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. വളരെ ധിക്കാരപരമായിട്ടുള്ള ഈ മൊഴി ബഹുമാനപ്പെട്ട കോടതി വളരെ വെയിറ്റേജോട് കൂടിയാണ് എടുക്കപ്പെട്ടത്. അപ്പോ അന്വേഷണ സംഘം ട്രസ്പാസ് എന്ന പോയിന്റിൽ 100% പരാജയപ്പെട്ടു. സീതാമണി മരണപ്പെട്ട് കിടന്ന റൂം വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ്. ആ സീനിൽ സീതാമണി ഇടതുവശത്തേക്ക് തല ചരിച്ച് തലയോട് തകർന്ന് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അന്വേഷണ സംഘം വീട്ടിലെത്തുമ്പോഴും കുട്ടികൾ പെൺമക്കളും നാട്ടുകാരും വീട്ടിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിലും കണ്ടത്. ആ റൂമിൻ്റെ ഉടൻ തെക്കുവശം ഒരു 3 പാളി ജനലുണ്ട്. 3 പാളി ജനൽ തുറന്നിട്ട നിലയിലായിരുന്നു, അടച്ചിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഒരു സാക്ഷി നൽകിയ ഉത്തരം, കോടതി മുമ്പാകെ നൽകിയ ഉത്തരം, ഞാൻ പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുന്നേ ആ വീട്ടിൽ ചെന്നിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ തെക്കുവശത്തെ ജനൽ തുറന്നു കിടക്കുകയായിരുന്നു. തെക്കുവശത്തെ ജനലിലൂടെയാണ് സീതാമണി കൊല്ലപ്പെട്ട് കിടക്കുന്നത് ഞാൻ കണ്ടത്. ആദ്യം വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത് സീതാമണിയുടെ പെൺമക്കളാണ്. ഇതിൽ മൂത്ത മകളായ
രജനിയെ കോടതി മുമ്പാകെ നൽകപ്പെട്ടിട്ടുള്ള മൊഴിപ്രകാരം വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ വീടിൽ കറണ്ട് ഇല്ലായിരുന്നു. പരിശോധനയിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം ആ റൂമിന്റെ പടിഞ്ഞാറ് വശത്ത് 3 പാളി ജനലുണ്ടായിരുന്നു. ആ ജനൽ തുറന്നിട്ടായിരുന്നു. പടിഞ്ഞാറ് വശത്തെ ജനൽ മാത്രമാണ് പെൺമക്കൾ തുറന്നിട്ടത്. തെക്ക് വശത്തെ ജനൽ തുറന്നിട്ടിരുന്നില്ല. എന്നാൽ മറ്റ് സാക്ഷികൾ നൽകിയ മൊഴി പ്രകാരം അവർ സ്ഥലത്ത് വരുമ്പോൾ തെക്ക് വശത്തെ ജനൽ തുറന്ന് ഇട്ട നിലയിലായിരുന്നു. അതിനർത്ഥം തുറന്ന് കിടക്കപ്പെട്ട ജനൽ സീതാമണി കിടക്കുന്നതിന് സമീപത്തുള്ള 3 പാളി ജനൽ തുറന്നു കിടന്ന നിലയിലായിരുന്നു മുൻപിനാലെയും ഉണ്ടായിരുന്നത്. ഇനി തുറന്നു കിടന്ന ജനലിന് പുറത്തു നിന്നും ഒരാളെ ഒരു ബ്ലണ്ട് ഓബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചാൽ കൊല്ലപ്പെടാനുള്ള എല്ലാ പോസിബിലിറ്റിയും അവിടെ ഉണ്ടായിരുന്നു എന്നത് സമർത്ഥിക്കുന്നതിന് പ്രതിഭാഗത്തിന് കഴിഞ്ഞു. ഈ വീടിനുള്ളിൽ പ്രതിയുടെ സാമീപ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കണമെങ്കിൽ 2-3 ആസ്പെക്റ്റുകൾ പ്രോസിക്യൂഷൻ തെളിയിക്കണമായിരുന്നു. പ്രധാനമായും പ്രതിയുടെ ടവർ ലൊക്കേഷൻ, അന്നേ ദിവസം പ്രതി സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിലേക്ക് പ്രതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും അതിന്റെ ടവർ ലൊക്കേഷനും ആവശ്യമായ ഒരു ഘടകമായിരുന്നു. 2, പ്രതി വീടിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രതിയുടെ ഫുട് പ്രിന്റ്സോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സോ പ്രതിയുടേത് കളക്ട് ചെയ്ത് ഹാജരാക്കപ്പെടുന്നതിൽ വിജയിച്ചിരുന്നു എങ്കിലും പ്രോസിക്യൂഷന് വളരെ ശക്തമായ ഒരു തെളിവ് ഉണ്ടാകുമായിരുന്നു. ഇവിടെ കേസിന്റെ അന്വേഷണം ആരംഭിച്ച ദിശയിൽ തന്നെ ആരംഭിച്ച സമയത്ത് തന്നെ എത്തിച്ചേരപ്പെട്ട 3 ഒഫീഷ്യൽസ് ഉണ്ടായിരുന്നു. 1 ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ, 2 ഫിംഗർ പ്രിന്റ് ഓഫീസിൽ നിന്നുമുള്ള ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്, 3 സയന്റിഫിക് അസിസ്റ്റന്റ്, 4 ഡോഗ് സ്ക്വാഡ്. ഇത്രയും പേര് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ഥലത്തെത്തപ്പെട്ടു. അതിൽ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് നടത്തിയ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് അനുസരിച്ച് 2 ചാൻസ് പ്രിന്റുകൾ കളക്ട് ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2 ചാൻസ് പ്രിന്റുകൾ കളക്ട് ചെയ്യപ്പെടുകയും ആ ചാൻസ് പ്രിന്റ് പ്രതിയുടേത് എന്ന് സംശയിക്കുന്നു എന്ന് പ്രതിയുടേതെന്ന് സംശയിക്കപ്പെട്ട 2 ചാൻസ് പ്രിന്റുകൾ കളക്ട് ചെയ്യപ്പെട്ടു എന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആയിരുന്നു. അപ്പോൾ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് സ്ഥലത്ത് വന്ന് 2 ചാൻസ് പ്രിന്റുകൾ കളക്ട് ചെയ്ത് 14/1/2018 തീയതിയിൽ തിരികെ പോയി. തുടർന്ന് 16/1/2018 തീയതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷന്റെ രേഖകൾ പ്രകാരം കാണുന്നത്. അപ്പോൾ 16/1/2018 തീയതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ പക്കൽ നിന്നും സ്പെസിമെൻ ഫിംഗർ പ്രിന്റ്സ് കളക്ട് ചെയ്യപ്പെട്ടു. സ്പെസിമെൻ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യപ്പെട്ടതും മുൻപിനാലെ ഈ സീൻ ഓഫ് ഒക്കറൻസിൽ വന്ന ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ചാൻസ് പ്രിന്റുകളും എടുക്കപ്പെട്ടിട്ടുള്ള സ്പെസിമെൻ ഫിംഗർ പ്രിന്റുകളും ഒരുമിച്ച് പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്നും 2 ഫിംഗർ പ്രിന്റുകളും സിമിലർ ആണ് എന്നും അതിൽ ഡിഫറൻസ് ഇല്ല എന്നും 2ഉം ഒരാൾക്കുള്ള പ്രിന്റുകളാണ് എന്ന് കണ്ടെത്തിയതായി ഒരു സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കപ്പെട്ടു. എന്നാൽ ഹാജരാക്കപ്പെട്ട ചാൻസ് പ്രിന്റുകളെ സംബന്ധിച്ച് സ്പെസിമെൻ ഫിംഗർ പ്രിന്റിനെ സംബന്ധിച്ചും പ്രതിഭാഗത്തു നിന്ന് ഉണ്ടായ ചോദ്യങ്ങൾക്ക് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഉത്തരം നൽകാൻ പ്രോസിക്യൂഷൻ വിറ്റ്നസിന് കഴിയാതെ പോയി. മെയിൻ കാരണം 10:45 ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തുടർന്ന് 12:30 മണിക്ക് ശേഷമാണ് പോലീസ് സ്ഥലത്ത് എത്തപ്പെടുന്നത്. രാവിലെ 9നും 9:30ക്കും ഇടയിലാണ് ഈ വീട് പെൺമക്കളും
മറ്റ് പെൺമക്കളും തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന കാർപ്പന്റർ സുരേഷും ചേർന്ന് ഈ വീട് ഓപ്പൺ ചെയ്യപ്പെടുന്നത്. തുടർന്ന് 100-ലധികം ആൾക്കാർ സീതാമണിയെ വീടിനകത്ത് പ്രവേശിച്ച് കണ്ടിട്ട് പോവുകയും പലവിധ ആൾക്കാർ വീടിന് പുറത്തു നിന്ന് ജനലിലൂടെ വീക്ഷിച്ചിട്ട് പോവുകയും ചെയ്യപ്പെട്ടു. അപ്പോൾ വീടിനകത്തേക്ക് 100-ൽ-പരം ആൾക്കാർ വന്നുപോയി എന്നും തുടർന്നാണ് പോലീസ് പാർട്ടി സ്ഥലത്തെത്തിയതെന്നും പോലീസ് പാർട്ടി സ്ഥലത്തെത്തുന്ന സന്ദർഭത്തിലാണ് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടും ഡോഗ് സ്ക്വാഡും സയന്റിഫിക് അസിസ്റ്റന്റും ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫറും എത്തുന്നത് എന്നുമാണ് പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ് കൊണ്ട് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ 9:30 മണി മുതൽ 12:30 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ സീൻ ഓഫ് ഒക്കറൻസ് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടു എന്ന് ഡിഫൻസിന് സമർത്ഥിക്കാൻ കഴിഞ്ഞു. അപ്പോൾ 100-ലധികം ആൾക്കാർ വന്നു പോകപ്പെട്ട സ്ഥലത്ത് വ്യത്യസ്ത ഫിംഗർ പ്രിന്റുകളുടെ പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നിട്ടും പ്രതിയുടേത് എന്ന് സംശയിക്കപ്പെടുന്ന 2 ഫിംഗർ പ്രിന്റുകൾ മാത്രമായി എങ്ങനെ അവിടെ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടു എന്ന ചോദ്യത്തിന് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് നൽകിയത് സാറ്റിസ്ഫാക്ടറി ആൻസർ ആയിരുന്നില്ല. ഇനി അപ്രകാരം ഒരു കൂടുതൽ ആൾക്കാർ വന്നു പോകപ്പെട്ട ഒരു സീനിൽ നിന്നും ഒരാളിന്റെ ചാൻസ് പ്രിന്റുകൾ മാത്രമായി കളക്ട് ചെയ്യപ്പെടണം എങ്കിൽ എലിമിനേഷൻ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് അവൈലബിൾ ആണ് എന്നും ആ എലിമിനേഷൻ ടെസ്റ്റ് മാസ് എലിമിനേഷൻ ടെസ്റ്റ് നടത്തി സംശയിക്കപ്പെടുന്ന ആളിലേക്ക് ഉള്ള ദൂരം മിനിമൈസ് ചെയ്ത് കൊണ്ടുവരണമെന്നും അതിൻ പ്രകാരം മുൻപിനാലെ തന്നെ അവിടെ വന്നു പോകപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എടുക്കണമെന്നും എണ്ണമെടുക്കപ്പെട്ടതിന് ശേഷം അവർ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിന്റുകൾ കളക്ട് ചെയ്യപ്പെടണമെന്നും ആ ഫിംഗർ പ്രിന്റുകൾ സ്ഥലത്ത് പോയി പരിശോധിച്ചതിന് പ്രകാരം അത് സ്ഥലത്ത് നിന്നും വാഷ് ഔട്ട് ചെയ്ത് മാറ്റണമെന്നും തുടർന്ന് ഇതിൽ സംശയിക്കപ്പെടുന്ന ആളിലേക്ക് മാത്രമായി ഒരു ഫിംഗർ പ്രിന്റിൽ മാത്രമായി ലിമിറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പ്രതിയിലേക്കുള്ള ദൂരം മിനിമൈസ് ചെയ്യപ്പെടുന്നതാണ് അതിന്റെ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗം എന്ന സാഹചര്യം നിലനിൽക്കെ അപ്രകാരം യാതൊന്നും കണ്ടെത്താതെ 100-ൽ-പരം ആൾക്കാർ വന്നുപോയ സ്ഥലത്ത് നിന്നും പ്രതിയുടെ ഫിംഗർ പ്രിന്റ് മാത്രമായി എപ്രകാരം കളക്ട് ചെയ്യപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു പ്രോസിക്യൂഷൻ. 2, ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്തു കൊണ്ടുപോയ ആള് ആ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്ത രീതി പേറ്റന്റ് ഫിംഗർ പ്രിന്റ് ആയിരുന്നു, ലേറ്റന്റ് ഫിംഗർ പ്രിന്റ് ആയിരുന്നു എന്ന ചോദ്യത്തിനും ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല. എല്ലാ ഫിംഗർ പ്രിന്റുകളും വിസിബിൾ അല്ല. വിസിബിൾ ആയ ഫിംഗർ പ്രിന്റുകളും ഉണ്ട്, വിസിബിൾ അല്ലാത്ത ഫിംഗർ പ്രിന്റുകളും ഉണ്ട്. അതിന് പേറ്റന്റ് ഫിംഗർ പ്രിന്റ് എന്നും ലേറ്റന്റ് ഫിംഗർ പ്രിന്റ് എന്നും പറയും. ആ പേറ്റന്റ് ഫിംഗർ പ്രിന്റ് ആയിരുന്നു, ലേറ്റന്റ് ഫിംഗർ പ്രിന്റ് ആയിരുന്നു കളക്ട് ചെയ്തത് എന്ന ചോദ്യത്തിനും ഒരു സാറ്റിസ്ഫാക്ടറി ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇനി കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫിംഗർ പ്രിന്റ് അവിടെ നിന്നും ഏത് തരത്തിലാണ് നിങ്ങൾ പ്രിസർവ് ചെയ്തതെന്നും അങ്ങനെ എടുക്കപ്പെട്ടിട്ടുള്ള ഫിംഗർ പ്രിന്റ് പ്രതിയുടേത് എന്ന് സംശയിക്കപ്പെടുന്ന ഫിംഗർ പ്രിന്റ് അത് നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിന്റെ സഹായത്തോടു കൂടി അതൊരു ആ സ്പെസിമെൻ അവിടെ നിന്ന് കിട്ടപ്പെട്ടിട്ടുള്ള ആ ഫിംഗർ പ്രിന്റ് അത് പ്രിസർവ് ചെയ്ത രീതി എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാവശ്യപ്പെട്ടതിലും ഒരു ശരിയായ ഉത്തരം പ്രോസിക്യൂഷൻ വിറ്റ്നസിനുണ്ടായിരുന്നില്ല. ശാസ്ത്രീയ പരിശോധനകളിലേക്ക് നീളുന്ന തെളിവുകളുടെ അഭാവം ഈ കേസിൽ ജ്വലിച്ചു കാണിക്കപ്പെട്ടു എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കപ്പെട്ടിട്ടുള്ള ഈ ഡോക്യുമെന്റിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ സ്പെസിമെൻ ഫിംഗർ പ്രിന്റ് എടുത്തു എന്നും ആ എടുക്കപ്പെട്ട ഫിംഗർ പ്രിന്റ് സ്പെസിമെൻ എടുക്കപ്പെട്ട രീതി എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നതിനും പ്രോസിക്യൂഷൻ വിറ്റ്നസിന് കഴിയാതെ പോയി. അതിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് ആ വീടിനകത്തേക്ക് പ്രവേശിച്ച പ്രതി വീടിനകത്തേക്ക് പ്രവേശിച്ചു എന്നോ വീടിനകത്തേക്ക് പ്രവേശിച്ചതിന് പ്രകാരം അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് അവിടെ അവൈലബിൾ ആയിരുന്നു എന്നോ ഉപോത്ബലകമായി സ്ഥാപിക്കുന്നതിന് സംശയാതീതമായി തെളിയിക്കപ്പെടുന്നതിന് ഒരു കൺക്ലൂസീവ് പ്രൂഫായി കൊണ്ടുവരുന്നതിന് പ്രോസിക്യൂഷന് കഴിയാതെ പോയി. ചാൻസ് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്ത ആള് ആയിരുന്നില്ല സ്പെസിമെൻ ഫിംഗർ പ്രിന്റ് കമ്പയർ ചെയ്യപ്പെട്ടത്. സ്പെസിമെൻ ഫിംഗർ പ്രിന്റും ചാൻസ് പ്രിന്റുകളും കമ്പാരിസൺ നടത്തി റിപ്പോർട്ട് കൊടുക്കപ്പെട്ടിട്ടുള്ള ആ ഒഫീഷ്യലിനെ മനഃപൂർവ്വം പ്രോസിക്യൂഷൻ ഒഴിവാക്കി, സാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കി. എന്തുകൊണ്ട് അങ്ങനെ ഒരാളിനെ സാക്ഷി പട്ടികയിൽ നിന്നും ഒഴിവാക്കി? അപ്രകാരം ഒരാളിനെ സാക്ഷി പട്ടികയിൽ കൊണ്ടുവരാഞ്ഞത് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഡിഫൻസിൽ നിന്നും ഉണ്ടാകപ്പെടുമെന്നും
വ്യാജമായിട്ടുള്ള സംഭവങ്ങളാൽ ആസൂത്രിതമാക്കി വെക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഫിംഗർ പ്രിന്റുകൾ എന്ന് ബോധ്യപ്പെടും എന്ന ഭയത്താലാണ് അപ്രകാരം ഒരു സർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ആളിനെ ബോധപൂർവമായി കോടതി മുമ്പാകെ എത്തിക്കാതിരുന്നത് എന്നത് ആർഗ്യുമെന്റ് ടൈമിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അത് ബഹുമാനപ്പെട്ട കോടതി അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. മറ്റൊരു പ്രധാന സാക്ഷിയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ പറഞ്ഞത്, ഞാൻ 11:30 മണിക്ക് സ്ഥലത്തെത്തിയ ഉടനെ തന്നെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു. ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കാണപ്പെടുന്ന ഐറ്റംസ് യാതൊന്നിനും ഒരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ലാതെയാണ് ഞാൻ ഫോട്ടോ എടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടിന്റെ പടിഞ്ഞാറ് വശം വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ചവിട്ടുമെത്തയുണ്ട്. ചവിട്ടുമെത്തയുടെ മുകളിൽ ഒരു കറുത്ത ജെൻസ് പേഴ്സും 100 രൂപയും ഒരു പൊട്ടിക്കാത്ത മൂഡ്സ് കോണ്ടവും ആറ്റിങ്ങൽ ഗംഗ സിനി ഹൗസിലെ സിനിമ ടിക്കറ്റിന്റെ ഒരു ചെറിയ പാർട്ട്, സർജിക്കൽ ഗ്ലൗസ് കീപ്പ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കവറും ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഒരു ഫാമിലി ഫോട്ടോയും അവിടെ കിടന്ന് കാണപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീതാമണി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രദേശത്ത് സ്പ്രെഡാകുന്നത് 9:30 രാവിലെ 9:30 മണിക്കാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കപ്പെടുന്നത് 10:45 പോലീസ് സ്ഥലത്ത് വന്നതായി പറയുന്നത് 12:30 മണിക്കാണ്. ഇതിനോടകം 100-ൽ പരം ആൾക്കാർ ഈ വീടിനകത്ത് കയറി സീതാമണിയുടെ മൃതദേഹം കണ്ട് പുറത്തേക്ക് പോയി എന്നതാണ് എല്ലാ സാക്ഷികളും കോടതി മുമ്പാകെ പറഞ്ഞത്. അപ്പോൾ ഈ ചവിട്ടുമെത്ത ക്രോസ് ചെയ്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. പക്ഷേ ഈ ചവിട്ടുമെത്തയിൽ കിടന്ന ജെൻസ് പേഴ്സണും ഈ പറയുന്ന ഐറ്റംസിനും, ഞാൻ നേരത്തെ പറഞ്ഞ ഐറ്റംസിനും ഒന്നും ഒരു തരത്തിലുള്ള കേടുപാടുകളുമില്ലാതെ അവിടെ കാണപ്പെട്ടു എന്നതാണ് ഫോട്ടോഗ്രാഫ്സിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞത്. തുടർന്ന് ഈ പറയുന്ന ചവിട്ടുമെത്തയിൽ കിടന്ന എല്ലാ ഐറ്റംസും, ഈ ഐറ്റംസ് എല്ലാം ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന വേളയിൽ ഇൻക്വസ്റ്റിലും രേഖപ്പെടുത്തിയിരുന്നു. ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിരുന്നതിന് പ്രകാരം ഈ ഐറ്റംസ് എല്ലാം കിടന്നത് ഫ്രണ്ടിലെ ചവിട്ടുമെത്തയുടെ മുകളിലായിരുന്നില്ല, മറിച്ച് പ്രതി പടിഞ്ഞാറ് ദർശനത്തിലുള്ള വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് തെക്ക് വശത്തുള്ള റൂമിൽ പോയി സീതാമണിയെ കൊലപ്പെടുത്തിയ ശേഷം കിഴക്ക് വശത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നതിനിടയിൽ പോകുന്ന വഴിക്ക്, അതായത് കിഴക്ക് വശത്തേക്ക് പോകുന്ന ഇടനാഴിയിൽ ഈ ഐറ്റംസ് എല്ലാം കിടന്നു കാണപ്പെട്ടു എന്നാണ് ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്ന രേഖകളിൽ ഓരോ രേഖയിൽ നിന്നും മറ്റൊരു രേഖയിലേക്ക് വിഭിന്നമാകപ്പെട്ട രീതിയിൽ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാകുന്ന തരത്തിൽ രേഖപ്പെടുത്തി കാണപ്പെട്ടതിൽ നിന്നും തന്നെ ഈ ഐറ്റംസ് എല്ലാം വളരെ ഭംഗ്യന്തരേണ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതിനും പ്രതിഭാഗത്ത് കഴിഞ്ഞു. സയന്റിഫിക് അസിസ്റ്റന്റിന്റെ സഹായത്തോടു കൂടി ഫോട്ടോഗ്രാഫ്സിൽ വിവരിച്ചിരിക്കുന്ന വസ്തുക്കളും സീതാമണിയുടെ ബെഡ്റൂമിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബെഡ്ഷീറ്റ് തുടങ്ങിയവയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നതിലേക്കായി പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു. എന്നാൽ പിറ്റേ ദിവസം തന്നെ ഇത് ഒരു അസ്വാഭാവിക മരണമല്ല എന്നും ഇതൊരു പ്ലാൻഡ് മർഡറാണ് എന്നും ഉള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. തുടർന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് റിപ്പോർട്ട് കോടതിക്ക് അയച്ച ശേഷം അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ സീനിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം ഇമ്മീഡിയറ്റായി കോടതിയിൽ എത്തിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം പോലീസിൽ നിക്ഷിപ്തമാണ്. 14/1/2018 തീയതി കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഐറ്റംസ് എല്ലാം കോടതിയിൽ എത്തപ്പെട്ടത് 27/1/2018 തീയതിയിലാണ്. മീൻസ് 13ാമത്തെ ദിവസം മാത്രമാണ്
സീനിൽ നിന്നും കണ്ടെടുത്തതായി പറയപ്പെടുന്ന ഐറ്റംസ് കോടതിയിൽ എത്തിക്കപ്പെട്ടത്. ഒരു മാനിപ്പുലേഷൻസിന്റെ എല്ലാ സാധ്യതകളും കോടതി മുമ്പാകെ പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു. ആയത് ബഹുമാനപ്പെട്ട കോടതി വെയിറ്റോടുകൂടി തന്നെ മുഖവിലക്കെടുത്തു. തുടർന്ന് 16/1/2018 തീയതി പ്രതിയിലേക്ക് പോലീസ് എത്തപ്പെടുകയും വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്തിലെ വാർഡാറ് വീട്ടു നമ്പർ 3 KP ഹൗസ് എന്ന വിലാസത്തിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നതാണ് മറ്റ് റിമാൻഡ് റിപ്പോർട്ട് കൊണ്ട് കാണപ്പെടുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള രേഖപ്രകാരമുള്ള സീഷർ മഹസർ അനുസരിച്ച് റിക്കവറി മഹസർ അനുസരിച്ച് പ്രതിയുടെ വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്നും ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നുവെന്നും ആ ബെഡ്റൂമിൽ പ്രതി ഉപയോഗിച്ചിരുന്ന കട്ടിലിന്റെ അടിയിൽ ഒരു ബോക്സിനകത്ത് സൂക്ഷിക്കപ്പെട്ടിരുന്നതായിരുന്നു സീതാമണിയുടെ സ്വർണ്ണാഭരണവും പണവും എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. ആദ്യം തെളിയിക്കപ്പെടേണ്ട പോയിന്റ് പ്രതിക്ക് KP ഹൗസ് എന്നൊരു വിലാസം പ്രതിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അല്ലെങ്കിൽ പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്നു എന്നതാണ്. അല്ലെങ്കിൽ പ്രതി മറ്റാരുടെയെങ്കിലും സൗജന്യത്തിൽ താമസിച്ചിരുന്നു എന്നതാണ്. അതിലേക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള മഹസറിൽ രേഖപ്പെടുത്തിയിരുന്ന വാചകം ഇങ്ങനെയായിരുന്നു: വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6 വീട്ടു നമ്പർ 3 എന്നാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ വെഞ്ഞാറമൂട് ഗ്രാമപഞ്ചായത്ത് എന്നൊരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടോ എന്ന ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഉണ്ട് എന്നായിരുന്നു നൽകപ്പെട്ടിട്ടുള്ള ഉത്തരം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്തേ ഇല്ല. ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിന്റെ ഇല്ലാത്ത വാർഡിലെ ഇല്ലാത്ത വീട്ടു നമ്പറിൽപ്പെട്ട KP ഹൗസ് എന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ റിക്കവർ ചെയ്യപ്പെട്ടു എന്നത് തീർത്തും പരിഹാസ്യമായി കോടതി മുമ്പാകെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പ്രോസിക്യൂഷന് തീർത്തും ബലമില്ലാത്ത പോയിന്റായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പ്രതിഭാഗത്തിന്റെ വാദഗതികളിൽ കേസ് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഭാവനാസമ്പന്നനായ ഒരു കഥാകൃത്താണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പ്രതിഭാഗത്തിന് കഴിഞ്ഞു. കാരണം കേരളത്തിൽ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ ഇല്ലാത്ത വാർഡിലെ ഇല്ലാത്ത വീട്ടു നമ്പറിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഗോൾഡ് വളരെ ചിന്തിക്കപ്പെടേണ്ട വസ്തുതയാണ്. അപ്പോ ഈ ചോദ്യങ്ങൾ ഒന്നും തന്നെ ബഹുമാനപ്പെട്ട കോടതി കാണാതെ പോയില്ല എന്നത് പ്രതിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിലേക്കുള്ള നിർണായകമായ വഴിത്തിരിവുകളായി. ഇനി സ്വർണ്ണാഭരണങ്ങൾ തൂക്കി തിട്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ തൂക്കി തിട്ടപ്പെടുത്തുന്നതിന് മാറ്റും തൂക്കവും ഉരച്ചു നോക്കുന്നതില് അപ്രൈസറെ കണ്ട് ചോദിച്ചിരുന്നു എന്ന ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മറുപടിയായിരുന്നു. അപ്രൈസർ എന്നാൽ എന്താണ് അതെനിക്ക് അറിയില്ല. അപ്പോ തീർത്തും ധിക്കാരപരമായ രീതിയിലുള്ള പരാമർശങ്ങൾ, പ്രോസിക്യൂഷന്റെ സൈഡിലുള്ള വിറ്റ്നസിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പ്രതിഭാഗത്തിന്റെ നിരപരാധിത്വം ചൂണ്ടിക്കാണിക്കുന്നതിന് ഉതകുന്ന വസ്തുതകളായി രൂപാന്തരപ്പെടുകയായിരുന്നു. എന്തായിരുന്നു ഈ കേസിന്റെ യഥാർത്ഥ സംഗതികൾ? മകൾ രജനിയോട് ചോദിച്ച ചോദ്യപ്രകാരം എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ആയിരുന്നു നടത്തിയിരുന്നത് എന്ന ചോദ്യത്തിന് രജനി നൽകിയ ഉത്തരം 20 ലക്ഷം രൂപയിലധികം ഉള്ള ബിസിനസ് അമ്മ നടത്തി വന്നിരുന്നു എന്നാണ്. മറ്റൊരു സബ്സ്ക്രൈബറായി, അദ്ദേഹത്തിന്റെ ഒരു ചിട്ടിയുടെ സബ്സ്ക്രൈബറായി അൻസാരി എന്ന ഒരു വിറ്റ്നസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ വിവരണ പ്രകാരം അദ്ദേഹം നൽകിയ മൊഴി 14 ലക്ഷം രൂപയുടെ ബിസിനസ്സിലായിരുന്നു താൻ ഏർപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ 34 ലക്ഷം രൂപയുടെ ബിസിനസ് പ്രോസിക്യൂഷൻ സാക്ഷികളിലൂടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. എന്നാൽ കൂടുതൽ തുകകൾക്ക് ബിസിനസ് നടത്തിയിരുന്ന ആളായിരുന്നു സീതാമണി. ഇത്രയധികം ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ ഉള്ള, അതായത് മകൾ പറഞ്ഞ അറിവിൻ പ്രകാരം, മകൾ പറഞ്ഞ മൊഴിപ്രകാരം 20 പേരും അൻസാരി എന്ന പ്രോസിക്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള സബ്സ്ക്രൈബർ പറഞ്ഞ മൊഴിപ്രകാരം 14 പേരും ചേരുമ്പോൾ തന്നെ 34 സബ്സ്ക്രൈബേഴ്സായി. ഇനിയും അധികം സംഖ്യകളിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള
ചിട്ടി ബിസിനസ്, അനാഥറൈസ്ഡ് ചിട്ടി ബിസിനസ് നടത്തിയിരുന്ന ആളാണ് മരണപ്പെട്ട സീതാമണി. അപ്പോൾ 34 ആൾക്കാർ, പ്രോസിക്യൂഷൻ പറഞ്ഞതിന് പ്രകാരം 34 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ധരിക്കുക. 34 ആൾക്കാർ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പണം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തിരുന്നു. പണം കൊണ്ടുവന്ന് ഓരോ മാസത്തിലും കൊണ്ടുവന്ന് കൊടുക്കപ്പെടുന്ന തുകയും സീതാമണി തിരിച്ചു നൽകി എന്ന് പറയപ്പെടുന്ന തുകകളുടെയും വ്യാപ്തി എത്രയാണ് എന്ന് സാധാരണ ഓർമ്മ മണ്ഡലത്തിൽ നിൽക്കുന്നത് പാടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അവർക്ക് ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്രകാരം ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മകൾ നൽകിയ മറുപടി, അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അമ്മ വല്ലപ്പോഴും വന്ന് നിൽക്കാനായി വരുന്ന സന്ദർഭങ്ങളിൽ പോലും അമ്മ ഈ ഡയറി കൊണ്ടുവന്നിരുന്നു എന്നാണ് മകൾ പറഞ്ഞത്. അപ്പോൾ അമ്മ എവിടെയെല്ലാം പോയിരുന്നു ആ സ്ഥലങ്ങളിലെല്ലാം ഈ ഡയറിയും സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളതായിരുന്നു ആ ഡയറി. അപ്പോൾ സീതാമണി നടത്തിയിരുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്തായിരുന്നു എന്നും ആരൊക്കെയായിരുന്നു സീതാമണിക്ക് പ്രോംപ്റ്റായി പണം നൽകിയിരുന്ന സബ്സ്ക്രൈബേഴ്സ് എന്നും ആരൊക്കെയായിരുന്നു ഡിഫാൾട്ടേഴ്സ് എന്നും മനസ്സിലാക്കപ്പെടണം എങ്കിൽ തീർച്ചയായിട്ടും ആ ഡയറി ഒരു അവശ്യം രേഖയായിരുന്നു. ആ അവശ്യ രേഖയ്ക്ക് എന്ത് സംഭവിച്ചു? അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ച ചോദ്യങ്ങളിൽ പ്രകാരം ആ ഡയറിയെ സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നായിരുന്നു. എത്ര ഡിഫാൾട്ട് ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഡിഫാൾട്ടും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം പറയണം എങ്കിൽ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പറയാൻ കഴിയൂ. എങ്കിൽ എന്തുകൊണ്ടാണ് ആ ഡയറി കണ്ടെത്താതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചു ആ ഡയറിക്ക്? ഞാൻ പറഞ്ഞു, 9:30 മണിക്കാണ് ഈ ഇൻഫർമേഷൻ, സീതാമണി മരണപ്പെട്ടു എന്ന ഇൻഫർമേഷൻ വെളിലോകം അറിയുന്നത്. 10:45 പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടുന്നത്. 12:30 മണിക്കാണ് പോലീസ് സ്ഥലത്ത് എത്തപ്പെടുന്നത്. പോലീസ് സ്ഥലത്തെത്തപ്പെടുന്നത് 12:30 മണി സമയത്തിന് ഇടയിൽ നിരവധി ആൾക്കാർ വന്നുപോയി എന്ന് പറഞ്ഞു. വന്നുപോയതിൻ്റെ കൂട്ടത്തിൽ ഈ ഡയറി അത്യാവശ്യമുണ്ടായിരുന്നു. ഈ ഡയറി അവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യമുണ്ടായിരുന്നു. ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നോ ഒന്നിലധികം പേർ കൂടി ഉണ്ടായിരുന്നു എന്നോ അനുമാനിക്കപ്പെടേണ്ടതുണ്ട്. ആ ആളാണ് ഈ ഡയറി സ്ഥലത്തു നിന്നും എടുത്തു മാറ്റപ്പെട്ടത്. എടുത്തു മാറ്റപ്പെട്ട ആ ഡയറി മനസ്സിലാക്കിയാൽ മാത്രമേ സീതാമണി മരണപ്പെടുന്നതിൻ്റെ ആവശ്യകത, സീതാമണി മരണപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ബെനിഫിറ്റ് ആർക്കായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡയറി കണ്ടെത്തപ്പെടേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അന്വേഷണവും നടത്തപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശരിയായ പ്രതി സംരക്ഷിക്കപ്പെട്ടു എന്ന് അനുമാനിക്കണം. റഹീമിനെ സംബന്ധിച്ചിടത്തോളം റഹീം വീടിനകത്തേക്ക് പ്രവേശിച്ചു എന്നതിനെ സംബന്ധിച്ച് പ്രൂവ് ചെയ്യപ്പെടേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു, അന്വേഷണ സംഘത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫുട് പ്രിന്റുകളോ അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റുകളോ ശരിയാംവിധം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടേയില്ല. മാത്രമല്ല, അകത്ത് പ്രവേശിച്ച ആൾ അകത്തേക്ക് പ്രവേശിച്ചത് ആ ഫ്രണ്ട് ഡോറിലൂടെയാണെന്നിരിക്കട്ടെ, ഫ്രണ്ട് ഡോർ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എങ്കിൽ പ്രതി ഏത് വഴി പുറത്തേക്ക് പോയി? പ്രതി പുറത്തേക്ക് പോയത് കിഴക്ക് വശത്തുള്ള അടുക്കളവാതിലൂടെയായിരുന്നു എന്ന് മുമ്പിനാലെ പറഞ്ഞു. ആ അടുക്കളവാതിൽ എന്ന് പറയുന്നൊരു ഭാഗം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ സീതാമണി കൊല്ലപ്പെട്ടത് തെക്കുവശത്ത് ജനാലയിലൂടെ ഒരു ബ്ലണ്ട് ഓബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പുറത്തു നിന്നുകൊണ്ടാണ് സീതാമണി കൊല്ലപ്പെട്ടത് എന്ന് അനുമാനിക്കപ്പെടണം. അല്ലാതെ ഒരു പോസിബിലിറ്റിയും ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രതി റഹീം പുറത്ത് നിന്നുകൊണ്ട് സീതാമണിയെ കൊലപ്പെടുത്തി എന്ന് പ്രോസിക്യൂഷൻ ഒരു കേസേ ഇല്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ് ടെലിഫോൺ നമ്പറുകൾ. മലയാളം സംസാരിക്കുന്നത് കിട്ടൂലേ? കിട്ടില്ല.
മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ടെലഫോൺ നമ്പറുകൾ. ടെലഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയോ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കോൾ ഡേറ്റ റെക്കോർഡ് ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കപ്പെട്ടു. ഈ കോൾ ഡേറ്റ റെക്കോർഡ് പ്രൂവ് ചെയ്യപ്പെടണമെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമം 65B പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടണം. 65B പ്രകാരമുള്ള സർട്ടിഫിക്കേഷൻസ് ഇല്ലാതെ, ഓതന്റിസിറ്റി ഇല്ലാത്ത ഡീകോഡഡ് ഡാറ്റയാണ് കോടതി മുമ്പാകെ ഹാജരാക്കപ്പെട്ടത്. ഡീകോഡഡ് ഡാറ്റ നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കത്തക്കതല്ല. അതിലുപരി 6 സർവീസ് പ്രൊവൈഡേഴ്സിന്റെ നോഡൽ ഓഫീസേഴ്സിനെ അധിക സാക്ഷികളാക്കി പ്രോസിക്യൂഷൻ എക്സാം ചെയ്യപ്പെട്ടു. അതിലും പ്രതിയുടെ ടെലഫോൺ ഉപയോഗിച്ചുകൊണ്ട് സീതാമണിയെ വിളിച്ചതിൻ്റെ ഒരു ഡാറ്റയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇസ്മായിൽ ഖനി റാവുത്തറുടെ ടെലഫോൺ, ഇസ്മായിൽ ഖനി റാവുത്തറുടെ സിം കാർഡും പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു എന്ന് ആയിരുന്നു പ്രോസിക്യൂഷന്റെ രേഖകൾ പ്രകാരം ഉണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ എത്തപ്പെട്ട ഡാറ്റകൾ അനുസരിച്ചും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള തെളിവുകൾ അനുസരിച്ചും സിം കാർഡോ ഫോണോ, ഇസ്മായിൽ ഖനി റാവുത്തറുടെ നഷ്ടപ്പെട്ട സിം കാർഡോ ഫോണോ പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തതായി സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അപ്പോൾ ഇസ്മായിൽ ഖനി റാവുത്തറുടെ ഫോൺ ഉപയോഗിച്ചിരുന്ന ആളാണ് സീതാമണിയെ കൊലപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ആ ഫോണും സിം കാർഡും പ്രതിയുടെ പക്കൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തത് മെറ്റീരിയൽ ഫ്ലോയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പ്രോസിക്യൂഷൻ സൈഡിലുള്ള മെറ്റീരിയൽ ഫ്ലോയായി ചൂണ്ടിക്കാണിക്കപ്പെടുകയും ആയത് പ്രതിഭാഗത്തിന്റെ വെയിറ്റേജ് ആയിട്ടുള്ള എവിഡൻസ് അപ്രീസിയേഷന് കാരണമാവുകയും ചെയ്തു. 14/1/2018 തീയതി കുറ്റകൃത്യം നിർവഹിക്കപ്പെട്ടതിന് ശേഷം പ്രതി എടുത്തുകൊണ്ടുപോയതായി പറയപ്പെടുന്ന സ്വർണവും പണവും പ്രതി താമസിച്ചുകൊണ്ടിരുന്ന KP ഹൗസ് എന്ന വീട്ടിൽ നിന്നും കണ്ടെടുത്തു എന്നതാണ് പ്രോസിക്യൂഷന്റെ സ്പെസിഫിക് ആയിട്ടുള്ള കേസ്. KP ഹൗസ് എന്ന് പറയുന്ന വീട്ടിലേക്ക് പ്രതിയും കൂട്ടി പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം എത്തപ്പെട്ടു എന്നും അവിടെ നിന്നും ഈ ഗോൾഡും പണവും കണ്ടെടുത്തു ആണ് പ്രോസിക്യൂഷന്റെ ശരിയായ കേസ്. അപ്പോൾ ഈ ഐറ്റംസ് കണ്ടെടുത്തതായി പറയപ്പെടുന്നത് 16/1/2018 തീയതിയിലാണ്. 16/1/2018 തീയതിയിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സ്വർണം അന്നേ ദിവസം വൈകുന്നേരം സീതാമണിയുടെ പെൺമക്കളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഗോൾഡ് കാണിച്ചു എന്നും ഗോൾഡും പണവും തിരിച്ചറിഞ്ഞ് അവർ പോയി എന്നും ആണ് പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടത്. എന്നാൽ ആ കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സീതാമണിയുടെ അയൽവാസിയായ ആളിനെ സാക്ഷിയായി ചേർക്കപ്പെട്ടു. കടക്കലിലെ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ മേഖലയിലെ പൊതു മേഖലകളിൽ പ്രവർത്തിച്ചു പോരുന്ന പൊതുപ്രവർത്തകരായ മുഖങ്ങൾ പലരും ഈ കേസിൽ നിർണായക സാക്ഷികളായി കോടതിയിലെത്തി. അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൾ, അയൽവാസിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ആൾ കോടതിയിൽ ഹാജരായി നൽകപ്പെട്ട മൊഴിപ്രകാരം കണ്ടെടുത്തതായി പറയുന്ന സീതാമണിയുടെ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിരുന്നോ മക്കൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന ചോദ്യം ചോദിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ മക്കൾക്കൊപ്പം ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടിരുന്നു എന്ന ചോദ്യത്തിന് കണ്ടിരുന്നു എന്നും ഏത് തീയതിയിലാണ് നിങ്ങൾ ഈ സ്വർണ്ണാഭരണങ്ങൾ കണ്ടത്, സ്വർണ്ണാഭരണവും പണവും കണ്ടത് എന്ന ചോദ്യത്തിന്
ഉത്തരം ആയി നൽകപ്പെട്ടത് വളരെ അതിശയിപ്പിക്കുന്ന മൊഴിയാണ് കോടതി മുമ്പാകെ നൽകപ്പെട്ടത്. അതായത് 15/1/2018 തീയതിയിലാണ് താൻ ഈ സ്വർണ്ണാഭരണം മക്കൾക്കൊപ്പം പോയി പോലീസ് സ്റ്റേഷനിൽ കണ്ടത് എന്നാണ് അവർ കോടതി മുമ്പാകെ നൽകിയ മൊഴി. 16/1/2018 തീയതി മാത്രം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം വെഞ്ഞാറമൂട്ടിൽ പോയി കളക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണം 15/1/2018 തീയതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ക്യാബിനിൽ വെച്ച് കണ്ടു തിരിച്ചറിഞ്ഞു എന്നത് ഒരു മാജിക്കായി നിലനിൽക്കുന്നു. അതിൽ നിന്ന് തന്നെ ഇത് യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു സാധു മനുഷ്യന്റെ തലയിലേക്ക് ആരോപിക്കപ്പെട്ടത് മാത്രമാണ് ഈ കഥ എന്ന് കൊണ്ടെത്തിക്കുന്നതിന്, ആ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനും, തെളിവുകൾ പ്രതിക്കനുകൂലമാണെന്നും ഇത് വാദിഭാഗത്തിന്റെ കേസ് ശരിയില്ലാത്ത കേസാണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിനും കോടതി ചിന്തിപ്പിച്ച വസ്തുതകളാണ്. അതിലുപരി കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏത് ബാലൻസ് മീൻസ് ഏത് ത്രാസ് ഉപയോഗിച്ചുകൊണ്ടാണ് തൂക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് തൂക്കി എന്നാണ്. ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് തൂക്കിയത് ഏത് ജുവലറിയുടെ ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് തൂക്കി എന്ന് ചോദിച്ചതിൽ കടക്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ ജുവലറിയുടെ ഉടമസ്ഥതയിലുള്ള ത്രാസ് ഉപയോഗിച്ചാണ് തൂക്കിയതെന്നും അതിന്റെ സർട്ടിഫിക്കേഷനും കോടതി മുമ്പാകെ നൽകപ്പെട്ട കാലിബറേഷൻ സർട്ടിഫിക്കറ്റ്, ലീഗൽ മെട്രോളജിയുടെ കാലിബറേഷൻ സർട്ടിഫിക്കറ്റിൽ വളരെ വ്യക്തമായി എഴുതിയിരുന്നു അതിന്റെ എക്സ്റ്റേണൽ കാലിബറേഷൻസ് ഡിസേബിൾ ചെയ്യപ്പെട്ടതായിരുന്നു എന്ന്. എക്സ്റ്റേണൽ കാലിബറേഷൻ ഡിസേബിൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലീഗൽ മെട്രോളജി സർട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ത്രാസ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി എന്നതാണ് പ്രോസിക്യൂഷന്റെ കേസ്. തുടക്കം മുതൽ ഒടുക്കം വരെ ശരിയായ ഒരാളിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച് പണി നടത്തി തെളിവുകളിൽ നിന്നും തെളിവുകളിലേക്ക് പോകുമ്പോൾ തെളിവുകളിൽ നിന്നും തെളിവുകളിലേക്ക് കൃത്രിമത്വങ്ങൾ ചെയ്യുന്നതിന് അന്വേഷണ സംഘം കാണിച്ച വ്യഗ്രതയും ശ്രദ്ധയും വളരെ അതിശയിപ്പിക്കുന്നതാണ്. ഇത് ശരിയായ നീതി നിഷേധമാണ് എന്നും നിരപരാധിയായ ഒരു മനുഷ്യനെ 50-ലധികം ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കേസിന്റെ ആരംഭദശയിൽ പാർപ്പിക്കാൻ കഴിഞ്ഞു, തുടർന്ന് അകാരണമായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടു, താനല്ല കുറ്റവാളി എന്ന് 100 തവണ ആവർത്തിച്ച് വ്യക്തതപ്പെടുത്തി പറഞ്ഞിട്ടും ഒരു ശരിയായ പ്രതിയിലേക്ക് ഉള്ള ദൂരം മിനിമൈസ് ചെയ്തതിന് ശേഷം നിരപരാധിയുടെ തലയിൽ കേസ് കെട്ടിച്ചമച്ച് വെക്കുന്നതിന് കാണിച്ച വ്യഗ്രത നീതിപീഠം കണ്ണു തുറന്നതിലൂടെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. നിയമത്തിന്റെ വഴിക്കല്ല പോകപ്പെടേണ്ടതെന്നും നിയമം നീതിയുടെ വഴിക്കാണ് പോകപ്പെടേണ്ടതെന്നും തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഈ കേസിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരു നിരപരാധിയെ കൂടി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. എന്നോടൊപ്പം ഈ കേസിൻ്റെ യാത്രയിൽ അഹോരാത്രം പണിപ്പെട്ട സഹപ്രവർത്തകരും ജൂനിയേഴ്സുമായിട്ടുള്ള അഡ്വക്കേറ്റ്സിനെ ഓർക്കാതെ പോകുന്നത് തീർത്തും ശരിയല്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നോടൊപ്പം ഈ കേസിൽ അഹോരാത്രം പണിപ്പെട്ട ജൂനിയർ അഡ്വക്കേറ്റ്സും സഹപ്രവർത്തകനും ആയ അഡ്വക്കേറ്റ് ഡി വിനയകുമാർ കടക്കൽ, അഡ്വക്കേറ്റ് CS ആനന്ദ്, അഡ്വക്കേറ്റ് ഹാജറ ബീവി എന്നിവരുടെ സേവനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇവരെയും ഇത്തരുണത്തിൽ ഞാൻ ഓർത്തുപോകുന്നു. ഇതിനും നിയമക്കോടതികൾ, ആർജവമുള്ള നിയമക്കോടതികൾ, തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന നിയമക്കോടതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ നമ്പർ കേസിൽ പ്രതിക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അക്കിറ്റൽ. ഈ അക്കിറ്റലിലൂടെ, ഈ വെറുതെ വിടലിലൂടെ ഒരു മനുഷ്യനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം
തീർത്തും എനിക്കുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു മികച്ച കേസുമായി കാണാം. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.